പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരേ ഒരു കാര്യത്തിന് വേണ്ടി. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ പന്തക്കുസ്ത ഞങ്ങൾക്ക് സമ്മാനിക്കണമേ എന്ന് ദാ ഈ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ്. ഇത് കർത്താവിൻ്റെ വലിയ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ശുശ്രൂഷയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പറ്റുമെങ്കിൽ നിങ്ങളുടെയൊക്കെ അടുത്ത് ആരെങ്കിലുമൊക്കെ മറ്റു പല കാര്യങ്ങളിലും ശ്രദ്ധിച്ചൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിച്ചേ, എന്നിട്ട് അവരെ എല്ലാവരും ചേർത്ത് നമുക്ക് ഈ ശുശ്രൂഷയിലൊന്ന് പങ്കെടുക്കാം. കാരണം ഇത് ഒറ്റയ്ക്ക് പ്രാപിക്കാനല്ല, മറിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ, കുടുംബത്തിൽ, ഇടവക കൂട്ടായ്മയിലൊക്കെ പ്രാപിക്കേണ്ട വലിയ ഒരു അനോയിന്റിങ്, അഭിഷേകമാണ് ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ഒരു നല്ല വചനം പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനമാണ്. സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 1:11. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷ ഒരു ബലം പ്രാപിക്കുന്ന ശുശ്രൂഷയാണ്. ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേ. സന്തോഷത്തോടെ, സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഒന്ന് കണ്ണടച്ചേ, കരങ്ങൾ കൂപ്പിക്കേ. നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ഓർക്കാം. നമ്മൾ ബലം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ബലം പല വിഷയങ്ങളിലും കുറഞ്ഞു പോയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും കാര്യമാവും, നമ്മുടെ ബന്ധങ്ങളിൽ ഏതെങ്കിലും വിഷയമാവും, ചിലപ്പോൾ ചില സാമ്പത്തിക ഞെരുക്കങ്ങളാവും, ചില പ്രസ്ഥാനങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി നമ്മുടെ ബലം കുറഞ്ഞു പോയിട്ടുണ്ടാവും. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനുമുള്ള വലിയൊരു കൃപ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ ചൊരിയണം. കർത്താവെ, ഞങ്ങൾ പ്രവർത്തിക്കണം. നമ്മുടെ നിയോഗങ്ങൾ മനസ്സിൽ ഓർക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ആ നിയോഗങ്ങളോടുകൂടി ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം നിനക്ക് ലഭിക്കപ്പെടാൻ നീ ആഗ്രഹിക്കണം. എൻ്റെ പ്രിയരെ, അതങ്ങ് സമർപ്പിച്ചോ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് സ്തുതിക്കണം, പ്രാർത്ഥിക്കണം. വേറെ ഒന്നും ചിന്തിക്കട്ടെ കേട്ടോ. അടുത്ത് നിൽക്കുന്നവർ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നിന്റെ വിഷയമല്ല, മറിച്ച് നീ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നീ എങ്ങനെ പ്രാർത്ഥിക്കുന്നു? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന്, ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ, 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 അഭിഷേകത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഒരു പുത്തൻ പന്തക്കുസ്ത, ഒരു പുത്തൻ ചൈതന്യം ദൈവമക്കളിൽ വെളിപ്പെടട്ടെ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. കൈയടിച്ച് ചേർന്ന് സന്തോഷത്തോടെ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പഠിക്കേ, അഭിഷേകം, ചേർന്ന് അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഒരിക്കൽ കൂടെ പഠിക്കേ. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കൈകൾ ഉയർത്തി, അഭിഷേകം, കൈകൾ അടിച്ച്. അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പഠിക്കേ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന സ്ഥലത്ത് കൈയെ കടിച്ച് പാടി പ്രാർത്ഥിക്കുക. വലിയൊരു അഭിഷേകം അവിടെ നിറയട്ടെ. ആത്മാവേ, 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 പ്രവർത്തിക്കണം. യെസ്, ശക്തിയോടെ ചേർന്ന്. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ നുകവും തകർന്നു വീഴും. പഠിക്കേ. വചനത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തിയാൽ, അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ നുകവും തകർന്നു വീഴും.
വചനത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും. ആമേൻ, ആമേൻ. അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. സംഭവിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ആമേൻ, ആമേൻ. അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. യെസ്. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ കരങ്ങൾ ഉയർത്തി അഭിഷേകം കൈയടിച്ച് പാടി അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പാടി പാടി അഭിഷേകം 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആമേൻ. അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചാടി തുള്ളി അഭിഷേകം. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പാടി പാടി അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആമേൻ. അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് സ്തുതിച്ചേ. ഹൃദയം തുറന്ന് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. ആമേൻ. എന്നിൽ നിറയണമേ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ കൈകൾ അടിച്ച് എന്നിൽ നിറയണമേ. mighty power, mighty എന്നിൽ power. കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. Yes. എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ. പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് കാറ്റടിക്കണം. പരിശുദ്ധാത്മാവേ. ഈ ശുശ്രൂഷ സമയത്ത് തീ കത്തണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആദിമ ധ്യാനതയിൽ നിറഞ്ഞിരുന്ന അതേ അഭിഷേകം ഈ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഈ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന. Praise the Lord. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും അതിശക്തമായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കേട്ടോ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് വിശ്വസിച്ചോണം. നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എന്തു തന്നെയാണെങ്കിലും നീ വിശ്വസിക്കുക. എൻ്റെ ഉള്ളിൽ ഞാൻ നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഞാൻ എൻ്റെ ജീവിത വ്യാപാര മേഖലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ശക്തി ഇവിടെ സംഭവിക്കുകയാണ്. ഓരോ വ്യക്തിയും വിശ്വസിക്കണം. യെസ്, ഇറ്റ് ഈസ് ഹാപ്പനിങ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വെളിപ്പെടുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ലൂക്കാ സുവിശേഷം 4:18 ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. ഓരോ വ്യക്തിയും സ്വയം അത് പറയുക. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയാ. 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 ദേ ആ കൈയൊക്കെ കൂപ്പി സന്തോഷത്തോടെ പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വിളിച്ചോ. എന്നിട്ട് അവർക്ക് നല്ലൊരു സ്തുതി കൊടുത്തോ. എന്നിട്ട് അവരോട് കൂടെ സ്വസ്ഥമായിട്ട് ഇരിക്കുക. എന്നിട്ട് ബൈബിളൊക്കെ എടുക്കുക. ഇന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ വളരെ അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരു മേഖലയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എന്താ പൗലോസ്ലീഹ പറയണേ? സന്തോഷത്തോടെ. അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ സഹിക്കുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്, സന്തോഷത്തോടുകൂടിയാണോ എന്നുള്ളതാണ് പ്രധാനം. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും എങ്ങനത്തത്?
സന്തോഷത്തോടുകൂടെ. സന്തോഷത്തോടുകൂടെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും എന്താ വേണ്ടത്? സർവശക്തൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും, എങ്ങനെ? സന്തോഷത്തോടെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കി, എന്താ നമ്മുടെ ജീവിത അവസ്ഥ? എന്തെല്ലാം ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്? പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം പേര് അപ്രതീക്ഷിതമായി, അൺഎക്സ്പെക്റ്റഡ് ആണ് ചില സംഭവങ്ങൾ, ചില രോഗങ്ങൾ, ചില പീഡകൾ, അല്ലേ? വിചാരിച്ചില്ല ഇങ്ങനെ ഒരു രോഗം വരുമെന്ന് വിചാരിച്ചില്ല. അൺഎക്സ്പെക്റ്റഡ്. അതോടുകൂടി എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ഇവിടെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. വിചാരിച്ചതുപോലെ ജോലി കിട്ടിയില്ല, വിചാരിച്ച കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയായില്ല, ഭാരം, അസ്വസ്ഥത. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂട്ടിന് പിടിക്കുക. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങൾക്ക് കൃത്യമായിട്ട് വഴി തുറന്നു തരണം, കൃത്യമായിട്ട് വഴി തുറക്കണം. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു മേടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അതായത് പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും മാത്രമല്ല, മറിച്ച് ഇടയ്ക്കിടയ്ക്ക് മരുഭൂമിയിലേക്കും ഇടയ്ക്കിടയ്ക്ക് ഒറ്റപ്പെടലിലേക്കും ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ ഞെരുങ്ങുന്ന അവസ്ഥയിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ പൊതുവേ ഉള്ള ഒരു വിചാരം എന്താ? പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും, അല്ലേ? അതാണല്ലോ നമ്മൾ പൊതുവെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം. കാരണം ഈ മറ്റു കാര്യങ്ങളെ, ഒറ്റപ്പെടുക, മരുഭൂമി, ഞെരുക്കം നമുക്കിഷ്ടമല്ല. പക്ഷേ സത്യമായ കാര്യം എന്താണെന്ന്, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈശോ നമ്മുടെ മുമ്പിൽ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. എന്താണ്? പരിശുദ്ധാത്മാവിനെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഈശോ തൻ്റെ സ്വഭാവത്തിൽ വെളിപ്പെട്ട കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇന്ന് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 1-ാം തിരുവചനം. നമുക്ക് വളരെ പരിചിതമായ വചനമാണ്, പക്ഷേ നമ്മുടെ വിഷയം പഠിക്കുന്നതിന് ഈ വചനം നമ്മളെ സഹായിക്കും. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 1. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 1-ാം വചനത്തിൽ ഇതാ ഈശോ ജോർദാനിൽ നിന്നും മടങ്ങി, കേട്ടോ. ജോർദാനിൽ നിന്ന് മടങ്ങിക്കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോർദാനിലെ ബാപ്റ്റിസം, മാമോദീസ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വളരെ ഗ്ലോറിയസ് സ്റ്റേജാണ്. എന്നാൽ അവിടെ നിന്നും മടങ്ങിയ ഈശോ പിന്നെ എങ്ങോട്ടാ പോണേ? 4-ാം അധ്യായം തൊട്ടടുത്ത വചനം എന്താണ്? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ചേടാ, ഭയങ്കര ഗ്ലോറിയസ്, ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവ് ഈശോയെ നയിക്കുന്നത് മരുഭൂമിയിലേക്കാണ്. മരുഭൂമി നമുക്കറിയാം, മരുഭൂമി, ഒറ്റപ്പെടൽ, വിജനത, വരണ്ടവസ്ഥ, ഭക്ഷണമില്ല, ഞെരുക്കത്തിൻ്റെ ഞെരുക്കം. പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് ഈശോയെ നയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു കൊള്ളണം, ഇത് നമുക്കും ആപ്ലിക്കബിളാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഓർക്കണം, പരിശുദ്ധാത്മാവ് ചില സമയങ്ങളിൽ നമ്മളെയും ഈ മരുഭൂമിയിലേക്ക് നയിക്കും. ആരും ഉണ്ടാവില്ല, വല്ലാത്ത ഞെരുക്കത്തിലൂടെ നീ കടന്നു പോകേണ്ടി വരും, നാണം കടലിലൂടെ കടന്നു പോകേണ്ടി വരും, ഒറ്റപ്പെടലിലൂടെ കടന്നു പോകേണ്ടി വരും. ചില ജീവിത സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ വല്ലാണ്ട് ഭാരപ്പെടും. എന്നാൽ ഈ മരുഭൂമി അനുഭവത്തിലേക്ക് നിന്നെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നതെന്ന് നിനക്കൊരു ബോധ്യം വന്നാൽ നിന്റെ അന്തരീക്ഷം മാറാൻ തുടങ്ങും. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം, യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്ന ഈശോ എങ്ങനെയാണെന്നറിയാവോ? ശക്തനാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വൈദികൻ്റെ കൂടെ കുറച്ച് മണിക്കൂറുകൾ ചെലവഴിക്കാൻ ഇടവന്നു. പ്രിയപ്പെട്ടവരെ, വളരെയധികം പിരിമുറുക്കത്തിലൂടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിപരീത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൈദികൻ, ഒരു ഇടവക വൈദികനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കിട്ടി,
ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പ്രദേശം എന്ന് മാത്രമല്ല, ഇദ്ദേഹം വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വൈദികനാണ്. പക്ഷെ കിട്ടിയ സ്ഥലവും സാഹചര്യങ്ങളും അത്ര ആക്റ്റീവ് അല്ല എന്ന് മാത്രമല്ല, അവിടെ കുറേയധികം പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് ഈ അച്ഛൻ ചെന്ന് പെട്ടിരിക്കുന്നത്. അപ്പം ഈ അച്ഛൻ്റെ അവസ്ഥ, ഭക്ഷണം ഇടവക ജനം ആരും കൊണ്ട് കൊടുക്കത്തില്ല, പള്ളിയിലേക്ക് അധികം ആളുകൾ വരത്തില്ല. വൈദികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളവർക്ക് എന്തോ വലിയ ഒരു പ്രശ്നം പിടിച്ച ആളാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ അച്ഛൻ ചെന്ന് പെട്ടത്. അതുകൊണ്ട് എന്താ അവസ്ഥ? ഈ അച്ഛൻ അവിടെ ചെന്നതിന് ശേഷം വല്ലാത്ത ഞെരുക്കത്തിലൂടെ കടന്നു പോകാം. വളരെ ജോയ്ഫുള്ളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നൊരു വൈദികൻ ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് നിന്ന് വല്ലാണ്ട് ഭാരപ്പെടുന്നു, വല്ലാണ്ട് ഭാരം. അപ്പം ഈ അച്ഛൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ ഈ ഞെരുക്കത്തിൻ്റെ ഇടയിൽ ഞാൻ ഈ ദേവാലയത്തിലിരുന്ന് പല സമയം ചിന്തിച്ചു, ഇനി എന്ത് ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര ഒരു പ്രചോദനം. പരിശുദ്ധ ദീവകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ഈ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ വൈദികൻ ചെയ്ത പ്രവൃത്തി, രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവരും പിരിഞ്ഞു പോകും. ആരും അവിടെ നിന്ന് കൊച്ചു വർത്താനം പറയാൻ പോലും നിൽക്കുന്നില്ല. ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായതിൻ്റെ വിളിച്ചത്. പക്ഷേ ഈ അച്ഛൻ ഈ അൾത്താരയുടെ മുമ്പിൽ ഇരിക്കും, മണിക്കൂറുകളിരുന്ന് പരിശുദ്ധ അൾത്താരയിലെ ഈശോയെ നോക്കി, കൊതിയോടെ നോക്കി, തൻ്റെ മരുഭൂമി അനുഭവത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഞെരുക്കത്തിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ പോലും ഭക്ഷണം പോലും കൊടുക്കുന്നില്ല, വല്ലാണ്ട് ഞെരുക്കുന്ന അവസരത്തിൽ ഈ അൾത്താരയിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. ഈ അച്ഛൻ എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞ, അച്ഛാ, ദിവ്യകാരുണ്യത്തോട് എനിക്ക് ഇത്രയും സ്നേഹമുണ്ടായ നാളുകളാണ് എൻ്റെ ഈ ഞെരുക്കത്തിൻ്റെ നാളുകൾ. പരിശുദ്ധാരാധനയ്ക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന് എന്നെ പഠിപ്പിച്ച നാളുകളാണ് ഈ മരുഭൂമി ദിനങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടന്നൊരു വൈദികനാണ്. എന്നാൽ ഈ ഞെരുക്കം, ഈ ഭാരം, ഈ സഹനം, ഒറ്റപ്പെടൽ ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധ അൾത്താരയോടും യേശുക്രിസ്തുവിൻ്റെ ഈ വലിയ സാന്നിധ്യത്തോടും എനിക്ക് അങ്ങേയറ്റം സ്നേഹം. ഇപ്പോൾ ആ വൈദികൻ ആ ഇടവക അന്തരീക്ഷത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ, ശക്തമായ ശുശ്രൂഷകൾ, ദൈവജനത്തിന് സ്നേഹം, അങ്ങനെ അന്തരീക്ഷം മാറി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശു മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ചില സഹനങ്ങൾ, ചില മരുഭൂമി അനുഭവം, വരണ്ട അനുഭവം ഉണ്ടാകുമ്പോൾ നീ വിഷമിക്കരുത്, അസ്വസ്ഥപ്പെടരുത്, പിടിച്ചിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നീ ആശ്രയിച്ചു നിന്നാൽ അന്തരീക്ഷം മാറാൻ തുടങ്ങും, ജീവിത സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പത്രോസ് ശ്ലീഹായെക്കുറിച്ച് ഒരു നല്ല വചനം എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായം, 1 Peter chapter 5. പത്രോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇതാ പത്രോസ് ശ്ലീഹ പറയുകയാണ്, തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. 3 കാര്യങ്ങൾ പത്രോസ് ശ്ലീഹ പറയുകയാണ്. അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കും, സ്ഥിരീകരിക്കും, ശക്തരാക്കും. ആരാ ഇത് പറഞ്ഞിരിക്കുന്നത്? പത്രോസാണ്. പത്രോസിന് നമുക്ക് നല്ല പരിചയമുണ്ട്. പത്രോസിൻ്റെ പരിപാടി എന്താ? ജീവിതത്തിൽ പത്രോസിന് ഈശോയെ അനുകരിക്കാൻ കിട്ടിയ അവസ്ഥകളിൽ പലപ്പോഴും വേണ്ടാന്ന് വെച്ചവനാ. ജെറുസലേമിലേക്ക് സഹനമാണ്, മരണമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വട്ടം നിന്നവനാണ് പത്രോസ്. ഈശോ എന്ത് പറഞ്ഞു? സാത്താനെ മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സഹനത്തിനെതിരെ നിന്ന പത്രോസാണ്. സഹനത്തിനെതിരെ നിന്ന പത്രോസ് പിന്നീട് ഈ സഹനത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 12, 13, 14 വായിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ആരായി പറയണേ? പത്രോസ്ലിഹ നമ്മളോട് പറയുക, എൻ്റെ സഹോദര സഹോദരി, നീ സൂക്ഷിക്കണം. നിനക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നിന്നെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ കൃപ സ്വീകരിക്കുന്ന വ്യക്തിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു.
പരിശുദ്ധാത്മാവ് നിന്നെ ഈ പറഞ്ഞ പത്രോസ്ലീഹ പറഞ്ഞ പൂർണ്ണരാക്കും, സ്ഥിരീകരിക്കും, ദൃഢരാക്കും എന്ന് പറയുന്ന ആ പ്രോസസ്സിലേക്ക് നയിക്കുമ്പോൾ ചില പരീക്ഷണങ്ങൾ, നാണം കെടുന്ന അവസ്ഥ, അവഗണന, ഒറ്റപ്പെടുന്ന അവസ്ഥ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നെ ആരും ശ്രദ്ധിച്ചില്ലല്ലോ, പരിഗണിച്ചില്ലല്ലോ, സ്നേഹിച്ചില്ലല്ലോ, എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, അല്ലേ? എന്തോരം സങ്കടം നമ്മുടെ ഉള്ളിലുള്ള. കടന്നു പോകേണ്ടി വരും. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ എല്ലാ ക്രെഡിറ്റും വേറെ വല്ലവരും തട്ടിയെടുത്തോണ്ട് പോകും. വിഷമിക്കരുത്. അതുകൊണ്ട് പത്രോസ്ലീഹ പറയുന്ന പ്രിയപ്പെട്ടവരെ, കണ്ടോ, പത്രോസ്ലീഹ നിന്നെ വിളിക്കുക, പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്, വിഷമിക്കരുത്. എന്നിട്ട് വചനം പറയുന്നു, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ബി ഹാപ്പി, ബി ജോയ്ഫുൾ. കാരണം നിന്റെ സഹനം ഒറ്റയ്ക്കല്ലത്, ഇത് യേശുവിൻ്റെ സഹനത്തിൽ നീ പങ്കുചേരുകയാണ്. എന്നിട്ട് ഒരു വചനം കൂടെ പറയുന്നു, അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കുവിൻ. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. കണ്ടോ, പത്രോസ്ലീഹ പറയുക, എടാ മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ നീ സഹന വഴികളിലൂടെ പോകുമ്പോൾ ഓർത്തുകൊള്ളണം, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെന്ന്. നീ ഇട്ടിട്ട് പോകരുത്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1:4, ഈശോ പറഞ്ഞ എന്താ? നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. യു വെയിറ്റ് ആൻഡ് പ്രേ. എവിടെ? ഈ ജെറുസലേമിൽ വെയിറ്റ് ചെയ്യണം. എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഈ ജെറുസലേമിൽ ചില കാര്യങ്ങൾ സംഭവിച്ചതാണ്. എന്താണ് സംഭവിച്ചത്? യേശുവിൻ്റെ കണ്ണുനീര് വീണ മണ്ണ്, യേശുവിൻ്റെ രക്തം വീണ മണ്ണ്, കുരിശുയർന്ന മണ്ണ്. ഈ മണ്ണ് വിട്ടു പോകരുത്, ഈ സഹനത്തിൻ്റെ മണ്ണ് വിട്ടു പോകരുത്. കാരണം ഇവിടെ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. യെസ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 1:4 പറഞ്ഞ കാര്യം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ഇതേ സംഭവിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേ മണ്ണിലിരുന്നു കൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദൈവജനത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ കാറ്റടിച്ചു. പന്തക്കുസ്ത, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഈ വചനം നമ്മൾ കൃത്യമായിട്ട് ഒന്നും കൂടെ വായിച്ചേ, 14, ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തുകൊള്ളണം, പരിശുദ്ധാത്മാവ് നമ്മളെ ചില സഹനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിത പങ്കാളിയിൽ നിന്ന് വല്ലാണ്ട് ദുരിതവും ദുഃഖവും പേറുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇട്ടിട്ട് പോയേക്കരുത്. നിന്റെ കുടുംബ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ ഞെരുക്കത്തിൻ്റെ നടുവിൽ ഇട്ടിട്ട് പോയേക്കരുത്. മറിച്ച് ദൈവാത്മാവിൻ്റെ ശക്തിയോടുകൂടെ മുറുകെ പിടിക്കണം. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാമെന്നൊരു സഹോദരി പറഞ്ഞു, അച്ഛാ, കുടുംബത്തിൽ സ്വസ്ഥതയില്ല. അദ്ദേഹം മദ്യപാനിയാണെന്ന് മാത്രമല്ല, കുടുംബത്തിൽ ഞങ്ങളെ പല വിധങ്ങളിൽ ഉപദ്രവിക്കുന്നു. അച്ഛാ, എനിക്ക് 2 പെൺകുട്ടികളാണ്, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, എന്നും മദ്യപിച്ച് കുടുംബത്തിൽ കടന്നു വന്ന് ഞങ്ങൾ ഉപദ്രവിക്കും. എന്ന് മാത്രമല്ല, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് വിൽക്കും. സ്വസ്ഥതയില്ല, എന്നാ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല, വല്ലാണ്ട് ഭാരം. പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. മക്കളെ ഓർക്കുമ്പോഴത്തേക്ക് മനസ്സനുവദിക്കുന്നില്ല. അവർക്കാരാ ഉള്ളേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അനേക ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീ ഓർത്തുകൊള്ളണം, ഈ ദുരിതത്തിനുള്ളിൽ ദൈവാത്മാവ് നിന്നെ ചില കാര്യങ്ങളിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് പത്രോസ്ലീഹ 5-ാം അധ്യായം 1 Peter chapter 5:10 10-ാം വചനം പഠിപ്പിച്ചത്, അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എന്നിട്ട് 11-ാം വചനം പറയുന്നു, ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ, ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഈ അല്പകാലത്തെ സഹനത്തിന് ശേഷം നീ കടന്നു ചെല്ലുന്നത് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകത്തിൻ്റെ മേഖലയാണ്. കൃത്യം പൗലോസ്ലീഹ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം 16-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊരിന്ത്യൻസ്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം
4-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ പറയാണ്, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ലെന്ന്, ഞങ്ങൾ ക്ഷീണിക്കുന്നില്ലെന്ന്. കാര്യം ശരിയാ, പ്രശ്നങ്ങളോട് പ്രശ്നം അല്ലേ? ആ മനുഷ്യനൊക്കെ കടന്നുപോയ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് എന്തൊരവസ്ഥയാണ്. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ലെന്ന്. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ശരീരത്തിലെ ബാഹ്യ മനുഷ്യൻ ക്ഷീണിച്ചുകൊണ്ടിരിക്കുക, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷേ ആന്തരിക മനുഷ്യൻ അകത്തൊരു തീ കത്തുന്നുണ്ട്. അതുകൊണ്ട് എന്താ? ഈ തീ പരിശുദ്ധാത്മാവാണ്. തോപ്പിക്കാൻ പറ്റൂലെന്ന്. ഒരു പ്രശ്നം വന്നാലും തോപ്പിക്കാൻ പറ്റൂല. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചുറ്റുവട്ടം തീ കത്തുന്ന പോലെ തോന്നും. ഡൽഹി ധ്യാന മന്ദിരത്തിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവ് ഭയങ്കര കുടിയനാണ്. ഡൽഹി പോലീസിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. ഇപ്പോൾ അയാൾ എപ്പോഴും കുടിയോടുകൂടി. ഭാര്യയുണ്ടല്ലോ, ഒന്നാന്തരം ഒരു പ്രാർത്ഥനക്കാരിയെ, നേഴ്സായിരുന്നു. ഈ ഭാര്യയുടെ പ്രത്യേകത, ഈ ഭർത്താവിനെയും കൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോകും. ധ്യാനത്തിന് കൊണ്ടുവരും. ഏത് ഫംഗ്ഷന് പോയാലും ഇയാളെ കൊണ്ടുപോകും. അപ്പോൾ ഇദ്ദേഹം ഭാര്യയുടെ കൂടെ ഒരു കുഞ്ഞാടിനെ പോലെ ഇങ്ങനെ നടന്നോളും. മദ്യപിക്കുമെങ്കിലും ഉപദ്രവിക്കുമൊന്നുമില്ല. ഒരു പാവത്താൻ, പക്ഷേ കുടി ഇദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് പലരും കളിയാക്കും, പലരും കുറ്റപ്പെടുത്തും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇയാൾ ഉപേക്ഷിച്ച് നീ വേറെ കല്യാണം. അപ്പം ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ കേട്ട് വിഷമിച്ചു. അപ്പോൾ ഈ ധ്യാനാവസരത്തിൽ ഞാൻ ഈ സഹോദരിയെ കണ്ടപ്പോൾ ചോദിച്ചു, എൻ്റെ പൊന്നു ചേച്ചി, ഈ ഭർത്താവിനെ കൊണ്ട് ഈ എല്ലാവരുടെ മുമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ കളിയാക്കലും കുറ്റപ്പെടുത്തലും കേൾക്കുമ്പോൾ വിഷമമൊന്നുമില്ലേ? അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛനറിയോ, മോശ ഹോറബ് മലയിൽ ഇതാ കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടു. എൻ്റെ ജീവിതം ഇതുപോലെ കത്തുന്നൊരു മുൾപ്പടർപ്പാച്ച. പക്ഷെ മോശ കണ്ടത് ഈ മുൾപ്പടർപ്പ് കത്തുന്നത് പോലെ തോന്നിയുള്ളൂ, അത് ആക്ച്വലി കത്തുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുറമേ ഉള്ള കാഴ്ച മാത്രമേ ഉള്ളൂ. അടുത്തോട്ടെത്തുമ്പോൾ മനസ്സിലാകും അത് കത്തുന്നില്ല, അത് ശാന്തമാണ്. ഈ പുറമേയുള്ള ബഹളങ്ങളാണ് എന്നുള്ളത് പോലെയാണ് എൻ്റെ അവസ്ഥ. ഈ പുറമേ കാണുന്ന എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം, കുടുംബത്തിലെ ദുരിതം, നാട്ടുകാരുടെ കളിയാക്കലുകൾ, ഇതെല്ലാം പുറമേയുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ സ്വസ്ഥമാണ്, ശാന്തമാണ്. കാരണം എനിക്ക് എൻ്റെ ദൈവത്തെ നന്നായി അറിയാം. എൻ്റെ ദൈവത്തെ എനിക്ക് നന്നായി അറിയാം. ഈ സ്ത്രീ പറയുക, കാരണം എൻ്റെ ദൈവത്തിന് എന്നെ നന്നായിട്ടറിയാം. അതുകൊണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു. എൻ്റെ കയ്യിൽ തന്ന ഈ ജീവിത പങ്കാളി, ഇത് കർത്താവിൻ്റെ പദ്ധതിയാണച്ചാ. എൻ്റെ ഭർത്താവിന് എൻ്റെ കയ്യിൽ തന്നത് കർത്താവിൻ്റെ പദ്ധതിയാണച്ചാ. ദൈവത്തിന് എന്നെ അറിയാം, എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാം. കാരണം എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ തന്നതാണെന്ന്. മരുഭൂമി അനുഭവത്തിൽ ഹാഗാർ പറഞ്ഞതുപോലെയാണ്, എൽറോയി, എന്നെ കാണുന്നവനായ എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടു. ഈ ഭർത്താവിനെ ഈ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ഈ സ്ത്രീ പറയുക, പുറമേ നോക്കുമ്പോഴാണ് അച്ഛാ ഹോറബ് മലയിൽ കത്തിയ മുൾപ്പടർപ്പ് പോലെ എല്ലാവർക്കും തോന്നും, പക്ഷേ കത്തുന്നില്ല, ശാന്തമാണ്. ഞാൻ ഹാപ്പിയാണ് അച്ഛാ, ഞാൻ സന്തോഷവതിയാണ്. ഞാൻ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ കൊണ്ടു നടക്കുന്നത് എൻ്റെ ഭർത്താവിന് സന്തോഷവും നാട്ടുകാരെ കാണാനും കുടുംബജീവിതത്തിൻ്റെ വലിയൊരു സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇന്നത്തെ ജീവിത അവസ്ഥയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നീ സ്വയം ചോദിക്കണം, ആർ യു ഹാപ്പി? അതോ എല്ലാ ദിവസവും പിറുപിറുത്ത് അല്ലേ? ചിലപ്പോൾ ചിലരെ കണ്ടിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് പിറുപിറുപ്പ്, അസ്വസ്ഥത, ഭാരം, എപ്പോഴും കുറ്റപ്പെടുത്തൽ. ഞാൻ ഈ നരകത്തിൽ വന്ന് ജനിച്ചല്ലോ. ചിലരൊക്കെ അങ്ങനെയല്ല പറയുന്നത്, അയ്യോ ഞാൻ ഈ നരകത്തിൽ വന്ന് ജനിച്ചല്ലോ, ഞാൻ ഈ ധ്യാന കെട്ടിയല്ലോ, ഇതെൻ്റെ നാശം, ഇതെൻ്റെ ശാപം. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞാണോ ജീവിക്കുന്നത്? ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പഠിപ്പിക്കുകയാണ്. പൗലോസ് ശ്ലീഹ നിന്നോട് പറയുകയാണ്, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ലെന്ന്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ഞാൻ ഭഗ്നാശനാകുന്നില്ല. ഞാൻ ഈ അവസ്ഥയിൽ ഞാൻ ഒരിക്കലും ആരെയും വിഷമിപ്പിക്കുന്നില്ല, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നിരാശനല്ല, മറിച്ച്
എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിത വഴികളെ കൃത്യമായിട്ട് ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 19, 19-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം. 19-ാം അധ്യായം 11-ാം തിരുവചനം. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണ എക്സ്ട്രാ ഓർഡിനറി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എങ്ങനെയുള്ള പൗലോസിലാണ്? ഈ സഹനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചു കൊണ്ട് നടന്ന പൗലോസ്. അതാ പ്രത്യേകത. അല്ലാതെ 24 മണിക്കൂറും ആ മനുഷ്യൻ അത്ഭുതങ്ങൾ മാത്രമാണെന്നല്ല, മറിച്ച് ജീവിതത്തിൻ്റെ സഹന വഴികളിലൂടെ കടന്നുപോയ പൗലോസ് ലീഹായ്ക്ക് കിട്ടിയ കൃപ എന്താ? അസാധാരണമായിട്ടുള്ള കൃപയാണ്. അസാധാരണം, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു പവർ നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നിങ്ങളും സ്വയം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ടൊരു മേഖല, ഇന്നത്തെ എൻ്റെ ജീവിത അവസ്ഥയിൽ ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ കൂട്ടിന് പിടിക്കുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു? ഈ പരിശുദ്ധാത്മാവിനോട് എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കുന്നത്? ഈശോ പരിശുദ്ധാത്മാവിനാൽ ജോർദാൻ നദിയിൽ വെച്ച് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. എന്തിനാണെന്നറിയാവോ? നിന്റെ ജീവിതം അവിടെ അവസാനിക്കാനല്ല, മറിച്ച് ചില കാര്യങ്ങളെക്കുറിച്ച് നിനക്കൊരു ബോധ്യം കിട്ടി തിരിച്ചു വരണം, ബലപ്പെടണം, വീണ്ടും അടുത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം ഒറ്റയടിക്ക് ഒരു ദിവസം സംഭവിക്കുന്നതല്ല, മറിച്ച് ഓരോ ദിവസവും ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നത്, ഓരോ ജീവിത സാഹചര്യങ്ങളും നമ്മൾ നേടിയെടുക്കുന്നത്, ഉണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളെയും ഇങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോണം. അതുകൊണ്ടാണ് പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 4, വചനം ഇങ്ങനെയാണ്: ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ശ്രദ്ധിച്ച് കേട്ടോ, ഒന്നും കൂടെ വായിക്കാം. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ. കണ്ടോ? അപ്പം നിനക്കുണ്ടാവുന്ന അനുഭവം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അനുഭവം സമാനമായ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി. കഴിഞ്ഞിടയ്ക്ക് കണ്ടുമുട്ടിയ ഒരു ക്യാൻസർ രോഗി, ഈ സഹോദരി വളരെ ദുഃഖത്തിലായിരുന്നു, വിഷമത്തിലായിരുന്നു. ഈ രോഗം അറിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ അവസ്ഥ മാറി. ഇപ്പോൾ അത്യാവശ്യം പുഞ്ചിരിക്കാനും ജീവിതത്തെ സമചിത്തതയോടെ നേരിടാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സഹോദരിയെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം, അച്ഛാ, ഇങ്ങനെ ഈ രോഗപീഠയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആശുപത്രിയിലൊക്കെ പോയപ്പോഴാണച്ചാ ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ദൈവമേ, ഈ ആശുപത്രിയിലൊക്കെ എത്രയോ പേരാണ് എത്രയോ പരിതാപകരമായ രോഗാവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ എത്രയോ ഭാഗ്യവതിയാണ്. ഞാൻ ആശുപത്രി ചെന്നപ്പോഴാണ് പലരെയും കണ്ടത്. അവരുടെ അവസ്ഥ കണ്ടിട്ട് അച്ഛാ സങ്കടം വന്നിട്ട് വയ്യ. എനിക്ക് ഈ രോഗപീഠ വന്നതിലൂടെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, സമാനമായി ഒത്തിരി പേര് സഹിക്കുന്നു, എന്നേക്കാളധികം ഒത്തിരി പേര് സഹിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഒരു ലോകമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അച്ഛാ. ഇങ്ങനെയൊക്കെ ആശുപത്രി ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ ജീവിത അവസ്ഥയുണ്ടെന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ എനിക്കിങ്ങനെ ഒരു രോഗമുണ്ടായി ആശുപത്രികളിലൊക്കെ പോയി ഡോക്ടർമാരെ കണ്ട് ചികിത്സകൾ നടത്തിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു ലോകമുണ്ടെന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതം മാറിയച്ചാ, പ്രാർത്ഥനാ ജീവിതം മാറി. പൗലോസ് ശ്ലീഹ പഠിപ്പിച്ച എന്താ? ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും. അപ്പോൾ ഇന്ന് നിനക്കൊരു അവഗണന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, എന്തിനു വേണ്ടിയിട്ടാ?
നിനക്ക് അവഗണന ഉണ്ടായി, ഈ അവഗണന നിന്റെ ജീവിതത്തിൽ ഉണ്ടായതോടുകൂടെ നീ തീർന്നു അല്ല, മറിച്ച് ഈ അവഗണന മറ്റുള്ള വ്യക്തികളെ, അവഗണിക്കപ്പെട്ടവരെ കണ്ടാൽ അവരെ നിനക്ക് സ്നേഹിക്കാൻ പറ്റും, അവരെ പരിഗണിക്കാൻ പറ്റും. നിനക്കൊരു ഒറ്റപ്പെടലുണ്ടായി, നിന്നെ ആരെങ്കിലും ചതിച്ചു, നിനക്കും എങ്ങനത്തെ ഒരു സമാനമായ അനുഭവം ഉണ്ടാവുന്നവരെ കാണുമ്പോൾ അവരെ മനസ്സിലാക്കാൻ പറ്റും, അവരെ സ്നേഹിക്കാൻ പറ്റും, അവരുടെ ജീവിത സാഹചര്യങ്ങൾ നിനക്ക് ഇടപെടാൻ പറ്റും. അത് വലിയൊരു കൃപയല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരു വഴിയല്ലേ? അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തെ അല്പം കൂടെ മനസ്സിലാക്കാൻ 1-ാം അധ്യായം 9-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 9, മാത്രമല്ല ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് തോന്നി, എന്നാൽ ഇത് ഞങ്ങൾ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ്ലീഹ പറയാണ്, ഞങ്ങള് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു തോന്നി. കേട്ടോ, ചില അനുഭവങ്ങൾ വന്നപ്പോൾ തീർന്നു, എല്ലാം തീർന്നു. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു തോന്നി. നമുക്കും ചിലപ്പോൾ തോന്നിയിട്ടില്ലേ? ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം തീർന്നു, ദൈവമേ ഇനി എന്ത്? എന്നാൽ പൗലോസ്ലീഹ പറയുകയാണ്, എല്ലാം തീർന്നു, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് തോന്നി, എന്നാൽ ഇത് ഞങ്ങൾ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രയെന്ന്. കണ്ടോ? അപ്പൊ ഇതെന്തിനാ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു? ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചേ, നമ്മുടെ ഇന്നത്തെ ഈ ഞെരുക്കത്തിൽ, ഈ സഹനത്തിൽ നമ്മൾ എത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്? അതോ നമ്മളിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയായി അതെല്ലാം തീർന്നു അല്ലേ? കണക്കുകൂട്ടലുകളോടുകൂടെ, തലയ്ക്കകത്ത് മുഴുവൻ കണക്കുകൂട്ടലുകളോടുകൂടെ അങ്ങനെ ആകേണ്ടതായിരുന്നു, ഞാൻ ആയില്ലല്ലോ അല്ലേ? സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് ജീവിക്കുകയാണോ? എല്ലാ അനുഭവങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി. നമുക്കുണ്ടായ ഇന്നലകളിലെ പരാജയങ്ങൾ നിങ്ങളെടുത്തുകൊണ്ട് നോക്കിക്കേ. നമുക്ക് എന്തോരം തോൽവികളുണ്ടായി അല്ലേ? തോൽവികളേ ഉള്ളൂ. എന്തോരം തോൽവികളുണ്ടായി, എന്തോരം സങ്കടങ്ങളുണ്ടായി. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കുണ്ടായ സകലമാന അനുഭവങ്ങളും 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചു, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയര സഹോദരങ്ങളെ, ഇന്ന് നീ കടന്നു പോകുന്ന സഹന വഴി, ഇന്ന് നീ കടന്നുപോയ ദുഃഖം, ഒറ്റപ്പെടൽ, അവഗണന, രോഗം, മാനസിക സമ്മർദ്ദം, ഒരുപക്ഷെ ഉറക്കം പോലും കിട്ടാതെ വല്ലാണ്ട് വിഷമിക്കുന്നവരൊക്കെ ഉണ്ടാവും. സമർപ്പിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ ഈ ശുശ്രൂഷ സമയം ഞങ്ങളിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അത്ഭുതകരമായ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, യേശുവേന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചേ. ഇന്നത്തെ നമ്മുടെ സഹനം, ഇന്നത്തെ നമ്മുടെ സങ്കടം കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചോ, സ്തുതിച്ചോ, സ്തുതിച്ചോ. ഈശോയെ, 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 ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണം. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ്. ആര്? പരിശുദ്ധാത്മാവ്. ഈശോയെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതുപോലെ എൻ്റെ ജീവിതത്തിലും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്തിനു വേണ്ടിയിട്ടാ? തളർന്നു പോകാനല്ല, തീർന്നു പോകാനല്ല, മറിച്ച് ശക്തി പ്രാപിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി. ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരും. ഇത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചുകൊണ്ട് നടന്ന പല കാര്യങ്ങളുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവ് നമ്മളെ ബലപ്പെടുത്തുകയാണ്.
ജീവിതാനുഭവങ്ങൾ നൽകി നമ്മളെ ബലപ്പെടുത്തുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. നമ്മൾ ദുർബലരാണെന്നും ആശ്രയിക്കേണ്ടവനെ ആശ്രയിക്കുന്നതിന് വേണ്ടിയും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരുഭൂമിയിലെ ചുട്ടുപഴുത്ത അവസ്ഥയിലേക്ക് നയിച്ച ഈശോ എൻ്റെ ജീവിതത്തിലും നിൻ്റെ ജീവിതത്തിലും നയിക്കപ്പെടുമ്പോൾ ഭാരപ്പെടരുത്, പിറുപിറുക്കരുത്. മറിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്ന ഈശോയെക്കുറിച്ച് ലൂക്കാസ് വിശേഷം 4:18 പറയുന്നു, മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നത് എങ്ങനെയാ? ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട്. ദൈവത്തിൻ്റെ ശക്തി അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡുനാമിസ് എന്ന് പറയുന്ന വേർഡാണ്. ഡുനാമിസ്, ദൈവത്തിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ ശക്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വർഗത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, ഡുനാമിസ് പവറിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഇനിയുള്ള ദിനങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഒരു കാരണവശാലും ഒന്നിലും തളർന്നു വീഴരുത്, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാം. നമുക്ക് തുടർന്നുള്ള ആരാധന സമയമുണ്ട്, നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ പങ്കുവച്ച വചനമെല്ലാം ഈ ആരാധന സമയത്ത് അത്ഭുതകരമായൊരു കൃപയ്ക്കു വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെയും അത്ഭുതകരമായ കൃപയിലേക്ക് നയിക്കട്ടെ. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ അവസ്ഥകൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങളിലേക്ക് മാത്രമല്ല, മരുഭൂമി അനുഭവത്തിലേക്കും സഹനത്തിലേക്കും ജീവിതത്തിലെ ദുഃഖ അനുഭവങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് നയിക്കും. ആ അനുഭവങ്ങളിലൂടെ ശക്തി നൽകുമെന്ന് നമ്മൾ വചനത്തിൽ പഠിച്ചു. ഈ ശുശ്രൂഷ അവസരത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളിതാ വ്യക്തിപരമായി അനുഭവിക്കുന്ന സമയമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിലെ ദുരിതത്തിലേക്കും അനുഭവങ്ങളിലേക്കും പരിശുദ്ധാത്മാവെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. ഒന്ന് കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളും അല്പം യാചനാപൂർവം ഈ പരിശുദ്ധ അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച്, എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവേ, ഇന്നത്തെ എൻ്റെ അവസ്ഥ, ഞാൻ ആയിരിക്കുന്ന എൻ്റെ കുടുംബ അവസ്ഥ, ഒരുപക്ഷെ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടത്തപ്പെടുന്നില്ല. അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും എന്നെ വിഷമിപ്പിക്കുന്നു. വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോകുന്നു. പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഒരു അംഗീകാരമോ സ്നേഹമോ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ എപ്പോഴും കളിയാക്കപ്പെടുന്നു, കുത്തുവാക്കുകൾ പറയപ്പെടുന്നു. എന്തെല്ലാം ചെയ്തിട്ടും മറ്റുള്ളവർ അതെല്ലാം തിന്മയായിട്ട് കണക്കാക്കുന്നു. മറ്റുള്ളവരെന്നെ ചതിക്കുന്നു, എന്നെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. എന്തിനാണ് ജീവിതമെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകും. അവഗണനയുടെ ഒരവസ്ഥ, മരുഭൂമി അനുഭവം, ഒറ്റപ്പെട്ട അനുഭവം, ആരും കൂടെയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതാവസ്ഥ ഈ അൾത്താരിലേക്ക് നീട്ടിപ്പിടിക്കുക. എന്നിട്ട് ഈശോയോട് പറയണം, ഈശോയെ, മരുഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ ജ്വലിപ്പിക്കപ്പെട്ട നിന്റെ ജീവിതം പോലെ ഈ അവസ്ഥകളിൽ പരിശുദ്ധാത്മാവെ എന്നിലും പ്രവർത്തിക്കണം. എനിക്ക് പുതിയൊരു അഭിഷേകം വേണം. പരിശുദ്ധാത്മാവെ എൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ, ശക്തിപ്പെടുത്താൻ തക്കവണ്ണമുള്ളൊരു കൃപ എനിക്ക് വേണം, ആഗ്രഹിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുക. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക, ആത്മാവേ, പരിശുദ്ധാത്മാവെ,
പുതിയൊരു അഭിഷേകം ഞങ്ങൾക്ക് വേണം, പുതിയൊരു ശക്തി വേണം. ഈ ജീവിത വഴികളിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തക്കവണ്ണം, ജീവിതത്തിലെ സഹനങ്ങളെ നേരിടാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ വേണം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, 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 ഈ ശക്തി ഞങ്ങൾക്കും വേണം. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്കും വേണം. സഹനങ്ങളെ നേരിടാനുള്ള ചങ്കുറപ്പ് ഞങ്ങൾക്ക് വേണം. കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവജനം ഒരുമിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. നാവ് തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 സഹന വഴികളിൽ ഞങ്ങൾക്ക് ജ്വലനം വേണം. രോഗപീഠകൾ ഞങ്ങൾക്ക് ജ്വലനം വേണം. ഒറ്റപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ജ്വലനം വേണം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. എല്ലാവരും ചേർന്ന് കയ്യെ കടിച്ച് ചേർന്ന് പാടാൻ പോവാണ്. ആരാധിക്കുന്ന ദൈവജനം പഴയ നിയമത്തിൽ ഇതാ നമ്മുടെ മുമ്പിൽ സഹന വഴികളിൽ ജ്വലിച്ചു നിന്ന സഹന വീരന്മാരെ പോലെ നമ്മളും ഇതാ ആരാധിക്കുകയാണ്. ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ആമേൻ. എല്ലാവരും ശക്തിയോടെ കൈയടിച്ച് ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധന, ആരാധന, യേശുവേ ആരാധന. ചേർന്ന് പാടി. ആരാധന, ആരാധന, ആത്മനെ ആരാധന. എല്ലാവരും ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, 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 ആത്മനെ ആരാധന. ആമേൻ. കൈകൾ ഉയർത്തി കൈയടിച്ചേ ശക്തിയോടെ. ദാനിയേലേ പോൽ സഹനത്തിയിൽ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ട് ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ കൈകൾ ഉയർത്തി കൈയടിച്ച് പാടി. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, 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 ആത്മനെ ആരാധന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയുന്ന സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. ആഗ്രഹിച്ച് കൈയടിച്ചോ, ശക്തിയോടെ കൈയടിച്ചോ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. രോഗത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, ആത്മനെ ആരാധന. ആരാധന, ആരാധന, ആത്മനെ ആരാധന. ആരാധന,
ആരാധന, ആരാധന, ആരാധന. ആത്മനെ ആരാധന. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ചേ, നാവ് തുറന്ന് സ്തുതിച്ചേ, ഹൃദയം തുറന്ന് സ്തുതിച്ചേ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധന സമയം നമ്മൾ വലിയൊരു തീരുമാനത്തിലെത്തുകയാണ്. ജീവിതത്തിൽ നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ പതറിപ്പോകരുത്. മറിച്ച് ഇന്നത്തെ സഹനത്തെ ഒരു ആരാധനയായി ഉയർത്തുക. നമ്മുടെ പരാതിയെ ഒരു പ്രാർത്ഥനയായി ഉയർത്തുക. ജീവിതത്തിലുള്ള എല്ലാ അപ്രതീക്ഷിത സാഹചര്യങ്ങൾക്ക് നടുവിലും വിഷമിക്കാതെ അതിനൊരു സ്തുതിപ്പായി ഉയർത്തുക. പൗലോസും ശീലാസും അങ്ങനെ ചെയ്തപ്പോഴാണ് കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടത്. അവരങ്ങനെ സ്തുതിച്ചപ്പോഴാണ് ചങ്ങലകൾ അഴിയപ്പെട്ടത്. അവരങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവർ നിന്നിരുന്ന സ്ഥലം കുലുങ്ങാൻ തുടങ്ങിയത്. അവരങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ അതാ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടത്. എൻ്റെ പ്രിയരെ, നിന്റെ വീട്ടിലും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ജോലി മേഖലയിലുമൊക്കെ ഇതേ അഭിഷേകം വെളിപ്പെടണ്ടേ. ഈ സഹനത്തിൻ്റെ നടുവിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമിഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ടൊന്ന് ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ സഹനം, ഈ ഒറ്റപ്പെടൽ, ഇപ്രകാരമുള്ള വിപരീത അനുഭവങ്ങൾക്ക് നടുവിൽ ആരോടെങ്കിലും ദേഷ്യം, അരിശം, ആരോടെങ്കിലും വെറുപ്പ് ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടോ? ചിലപ്പോൾ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ചിന്തിച്ചു, ഇത് ഇന്ന വ്യക്തി കാരണമാണ്, ഇന്ന സംഭവം കാരണമാണ് ഞാനിങ്ങനെ സഹിക്കുന്നത്, അവരാണ് ഇതിനെല്ലാത്തിനും കാരണം, അവരാണെല്ലാത്തിനും കാരണം. അപ്പം അവരോട് നമുക്ക് ഭയങ്കര വെറുപ്പ് തോന്നും, അവരോട് അരിശം തോന്നും. ആ വ്യക്തിയെക്കുറിച്ചോ സംഭവത്തെക്കുറിച്ചോ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ മാനസികമായി ഡൗൺ ആവും, ഇരുന്നു പോവും. ഈ സമയം അങ്ങനെയുള്ള വ്യക്തികളെ, ആ സംഭവങ്ങളെ ഈ അൾത്താരിൽ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹനം സമ്മാനിച്ച, എന്നെ ഒറ്റപ്പെടുത്തിയ, എന്നെ വിഷമിപ്പിച്ച അനേകരുണ്ട്. അവരുടെ മുഖം മനസ്സിലൊന്നോർത്തെ. അവരെ വെറുക്കാനല്ല, മറിച്ച് അവരെ സ്നേഹിക്കാൻ. പരിശുദ്ധാത്മാവാണ് അവരെയൊക്കെ നമുക്ക് വേണ്ടി ക്രമീകരിച്ചത്. ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായി, നന്നായി. പരിശുദ്ധാത്മാവാണ് ഇങ്ങനത്തെ ചില അനുഭവങ്ങളിലൂടെ നമ്മളെ നയിച്ചത്, നമ്മളെ ബലപ്പെടുത്താനാണ്. പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിച്ചതുപോലെ സ്ഥൈര്യത്തിൻ്റെ ആത്മാവ്, നിലനിൽപ്പിൻ്റെ വരം നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ ബലപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവേ, 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 എൻ്റെ ജീവിതത്തിൽ അപ്രകാരം എന്നെ വിഷമിപ്പിച്ചവരോട്, എന്നെ വെറുത്തവരോട്, എന്നെ അവഗണിച്ചവരോടൊക്കെ ഞാൻ ക്ഷമിക്കുന്നു. കർത്താവെ, ക്ഷമിക്കുവാനും സ്നേഹിക്കാനും എന്നെ പഠിപ്പിക്കണേ, ആഗ്രഹിക്കണം. രണ്ട് കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് ഈ വരികളൊന്ന് പാടി ഒന്ന് പ്രാർത്ഥിച്ചേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ആമേൻ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ആമേൻ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഇതൊരു പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിനെ മനസ്സിലോർക്കുക, വീട്ടിലെ മാതാപിതാക്കളെ ഓർക്കുക, സഹോദരങ്ങളെ ഓർക്കുക, നിങ്ങളുടെ മക്കളെ, പ്രത്യേകിച്ച് നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവരെ മനസ്സിൽ ഓർക്കുക. അവരോട് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? അവരോട് ആരോടെങ്കിലും വെറുപ്പിലാണോ? എന്തെങ്കിലും ഒരു കൊച്ചു സൗന്ദര്യം പിടക്കം പോലും ആവാം. ആരോടെങ്കിലും നീ സംസാരിക്കാതെ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഈ സമയം ആ മേഖലകളെ ഓർക്കുക. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പഠിക്കേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ചേർന്ന് പാടിക്കേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരാവാം, നിങ്ങളുടെ കുടുംബ കൂട്ടായ്മയിലുള്ളവര്, നിങ്ങളുടെ ഇടവക കൂട്ടായ്മയിലുള്ളവര്, ഒരുപക്ഷെ ചെറുപ്പകാലം മുതൽ നമ്മളെ വിഷമിപ്പിച്ച അനേക വ്യക്തികളുണ്ടാവും.
അവരോടൊക്കെ ക്ഷമിക്കാൻ. കാരണം പരിശുദ്ധാത്മാവാണ് അവരെല്ലാവരെയും ക്രമീകരിച്ച് തന്നത്. എന്തിനാ? നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും. ഒരിക്കൽ കൂടെ 2 കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് അങ്ങനെ വിഷമമുള്ള എല്ലാ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിച്ച് ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. പാടിക്കേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ചേർന്ന് ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. നെറ്റിയില് ഒരു കുരിശടയാളം വരച്ച് നമ്മൾക്ക് നമ്മെ തന്നെ ആശീർവദിക്കാം. എന്നിട്ട് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ച് ഈശോ ആശീർവദിക്കുന്ന സമയം ഈശോട് പറയണം, ഈശോയെ, എൻ്റെ ജീവിതത്തിൽ മരുഭൂമി അനുഭവങ്ങൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോകാനല്ല, മറിച്ച് അതെല്ലാം ആത്മാവിൽ ശക്തി പ്രാപിക്കാനുള്ള വലിയൊരു അവസരമാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് കൃപ വേണം. ആഗ്രഹത്തോടുകൂടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.